ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ പാർലമെന്റിൽ നാടകീയ രംഗങ്ങളുണ്ടായി. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ സഭാ കവാടത്തിന് മുന്നിൽ ഉന്തും തള്ളുമുണ്ടായി. രാഹുൽ ഗാന്ധിയെ പിടിച്ചു തള്ളിയെന്ന് ബി.ജെ.പി ആക്രമിച്ചുവെന്ന് കോൺഗ്രസും ആരോപിച്ചു. പാർലമെന്റ് മന്ദിരത്തിന് മുകളിൽ കയറി കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ മോശം പെരുമാറ്റം ഉണ്ടായി എന്നാരോപിച്ച് കോൺഗ്രസ് സ്പീക്കർക്ക് പരാതി നൽകി. സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ മല്ലികാർജ്ജുൻ ഖാർഗെയെ ആക്രമിച്ചുവെന്നും കോൺഗ്രസ് ആരോപിച്ചു. സ്പീക്കറെ കണ്ട് 14 എംപിമാർ, കേരളത്തിലെ അടക്കമുള്ള 14 എംപിമാർ രാഹുൽ ഗാന്ധിയെ കയ്യേറ്റം ചെയ്യാൻ നടത്തിയ ശ്രമത്തിനെതിരെ ശക്തമായ ഭാഷയിൽ ഞങ്ങൾ മറുപടി പറഞ്ഞു, പരാതി നൽകി. അല്ല, ഇതെല്ലാം ഒരു ഈ ബി.ജെ.പിയുടെ തടസ്സം സൃഷ്ടിക്കലിനെതിരെ, ബി.ജെ.പി എംപിമാർ കടന്നു പോകുന്നതിനെതിരെ തടസ്സം സൃഷ്ടിക്കുന്നതിനെതിരെ ഉണ്ടായ സ്വാഭാവികമായ ഒരു പ്രതിഷേധം മാത്രമായിരുന്നു. വിവരങ്ങളുമായി പി ബസന്ത് ചേരുന്നു. ബസന്ത്, ഈ രണ്ടു കൂട്ടരും അവരുടേതായ ഭാഗത്തു നിന്ന് ഓരോ പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. ശരിക്കും അവിടെ നടന്ന ഈ നാടകീയ സംഭവങ്ങൾ എങ്ങനെയായിരുന്നു? മോത്തി, തീർത്തും അസാധാരണമായ രംഗങ്ങളാണ് ഇന്ന് പാർലമെന്റിനുള്ളിൽ ഉണ്ടായത്. ഇന്ന് രാവിലെ തന്നെ കോൺഗ്രസ് അംബേദ്കർ പ്രതിമയുടെ മുന്നിൽ നിന്നും പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. CPP യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രിയങ്ക ഗാന്ധിയും എല്ലാവരും അടങ്ങുന്ന കോൺഗ്രസ് അംഗങ്ങളും ഇന്ത്യ സഖ്യത്തിലെ മറ്റ് എംപിമാരും എല്ലാവരും ചേർന്ന് പാർലമെന്റ് മുന്നിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും BJP അംഗങ്ങളും അംബേദ്കറുടെ ചിത്രങ്ങളുമായി പാർലമെന്റ് മുന്നിലേക്ക് മാർച്ചുമായി എത്തുകയായിരുന്നു. പാർലമെന്റിനുള്ളിൽ നിന്നും മകരദ്വാരം അല്ലെങ്കിൽ പ്രധാന ഗേറ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് BJP അംഗങ്ങൾ നടത്തിയത്. ഇത് അവസാനം രണ്ട് വിഭാഗങ്ങളും നേർക്കുനേർ വരികയും ഒരു പോർവിളിയിലേക്കും വാഗ്വാദത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനിടയിലാണ് ഉന്തും തള്ളും ഉണ്ടായത്. ഈ ഉന്തും തള്ളിലും BJP അംഗം ഒഡീഷയിൽ നിന്നുള്ള പ്രതാപ് സിംഗ് സാരംഗി വീഴുകയും അദ്ദേഹത്തിന് തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മറ്റൊരു BJP അംഗമായ മുകേഷ് രാജ്പുത്തിനും പരിക്കേറ്റു എന്നാണ് BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ പ്രതാപ് സാരംഗി പറയുന്നത് രാഹുൽ ഗാന്ധി BJP അംഗങ്ങളെ തള്ളുകയും അതിൽ ഒരാൾ തന്റെ ദേഹത്ത് വീണ് തനിക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ BJP മുന്നിൽ വെക്കുന്നത്. ഏതായാലും BJPക്ക് എതിരെയുള്ള പരാതിയുമായി കോൺഗ്രസും ഇപ്പോൾ സ്പീക്കറെ സമീപിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാനും അതോടെ പരിക്കേൽപ്പിക്കാനും ശ്രമങ്ങൾ BJP എംപിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, ഏറ്റവും മുതിർന്ന പാർലമെന്റ് അംഗമായ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായി. അദ്ദേഹത്തെ തള്ളിയിട്ടു, അദ്ദേഹത്തിന് കാലിൽ പരിക്കേറ്റു എന്നുള്ളൊരു ആരോപണം കൂടി ഇപ്പോൾ കോൺഗ്രസ് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സ്പീക്കർ അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇന്നിപ്പോൾ വെച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ പാർലമെന്റിന്റെ മതിലിന് മുകളിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഷാഫി പറമ്പിലും ഹൈബി ഈഡനും അടക്കമുള്ള നൽകിയത്